എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ ഗീതുവിന്റെ ഗോവിന്ദന്റെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തെ നമ്മൾ കണ്ടു. ഗീതുവും ഗോവിന്ദും കൂടെ ഒന്നാകാൻ വേണ്ടിയിട്ട് ഉള്ള ചില തന്ത്രങ്ങളൊക്കെ പയറ്റുന്നുണ്ട്. പിന്നീട് പ്രിയനെ വിശ്വസിപ്പിക്കാനായിട്ട് അവരൊരു നാടകം തന്നെ കളിക്കുകയാണ്. പക്ഷെ രാധികാമ്മ വളരെ തന്ത്രപരമായിട്ട് കാഞ്ചനയെ കൊണ്ട് അതിന്റെ ഒരു വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട്. ഗീതുവും ഗോവിന്ദും തമ്മിൽ സംസാരിക്കുന്നത്. അങ്ങനെ പ്രിയ വന്ന് ഗീത ചേച്ചിയും ഗോവിന്ദൻ ഒന്നായെന്ന് പറഞ്ഞ സമയത്താണ് രാധികാമ്മ ഈ വീഡിയോ എടുത്ത് കാണിക്കുന്നത്. ഇതൊന്ന് കണ്ടു നോക്ക്, എന്നിട്ട് പറ അവര് കാണിച്ചു കൂട്ടുന്നൊക്കെ സത്യമാണോ അതോ ഡ്രാമയാണോന്ന്. അങ്ങനെ ആ വീഡിയോ കണ്ടു നോക്കിയ പ്രിയ ഒരു നിമിഷം ഞെട്ടിപ്പോയി. കാരണം ഗീത ചേച്ചിയും ഗോവിന്ദനും കൂടെ പ്ലാൻ ചെയ്യുന്നേ തന്നെ എങ്ങനെ വീഴിക്കാം, അവർക്ക് രണ്ടുപേർക്കും ഒന്നിച്ചൊരു മുറിയിൽ ഉറങ്ങാനായിട്ട്. അപ്പൊ അതിനുവേണ്ടി നാടകം കളിക്കുന്നതൊക്കെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പോ പ്രിയക്ക് മനസ്സിലായി ഇപ്പോഴും അവർ സ്നേഹത്തിലൊന്നും അല്ല. പക്ഷേങ്കില് തന്റെ ഡെലിവറി ഡേറ്റ് വരെ അവര് ഇങ്ങനെ ഒരു നാടകം അഭിനയിക്കുന്നതാണ്. അപ്പൊ താൻ വെറുതെ അവർ തെറ്റിദ്ധരിച്ച അവർ തമ്മിൽ ഇഷ്ടത്തിലാന്നുള്ള കാര്യം. ഈ സമയം ഇതൊന്നും അറിയത്തില്ലാതെ ഗീതവും ഗോവിന്ദും അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരുടെ മനസ്സിലെ വിചാരം എന്താ, ഇപ്പൊ തന്നെ പ്രിയ വന്നിട്ട് പറയും രണ്ടുപേരുടെ ഒരുമിച്ച് ഒരു മുറി കിടന്നോളാനായിട്ട്. ആ ഒരു സന്തോഷത്തോടെ ഇരിക്കുകയാണ്. പെട്ടെന്നാണ് പ്രിയ അങ്ങോട്ട് വന്നേ. പ്രിയ വന്നിട്ട് ചോദിച്ചു, അപ്പൊ നിങ്ങൾ രണ്ടുപേരും എന്നെ വഞ്ചിക്കുമായിരുന്നല്ലേന്ന് ചോദിക്കും. അയ്യോ അല്ല പ്രിയമോളെ, സത്യമായിട്ടും അല്ല, ഞങ്ങൾ ഇതിനെ വഞ്ചിക്കണേ, ഞങ്ങൾ വഞ്ചിച്ചിട്ടില്ല എന്ന് പറയാം. വഞ്ചിച്ചിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി, പിന്നെ ഇതെന്താന്ന് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് രാധികാമ്മയുടെ കയ്യിലിരിക്കുന്ന ഫോൺ അങ്ങോട്ട് മേടിച്ച് കാണിച്ചു കൊടുക്കണം. കണ്ടോ, നിങ്ങൾ രണ്ടു തമ്മിൽ പ്ലാൻ ചെയ്യുന്ന കണ്ടോന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗീതുവിന് ഒരു കാര്യം മനസ്സിലായി. രാധികാമ്മയുടെ തന്ത്രമാണിത്. കാഞ്ചനയെ കൊണ്ട് വീഡിയോ എടുപ്പിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് ഗോവിന്ദന് എന്തും മറുപടി പറയണമെന്ന് അറിയില്ല. എന്നിട്ടോ നിങ്ങൾ മനഃപൂർവ്വം എന്നെ ചതിച്ചിട്ട് നിങ്ങൾ എന്റെ മുന്നിൽ നാടകം കളിക്കുമായിരുന്നില്ലേന്ന് ചോദിക്കുക. എന്നാലും ഇതെന്തിനു വേണ്ടിയിട്ടായിരുന്നു ഗീത ചേച്ചി, ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല കേട്ടോ. നിങ്ങൾ രണ്ടുപേരും ഇതുപോലെ ഒരു ചതി എന്നോട് ചെയ്യുമെന്നുള്ളത്. ഒരു പക്ഷേങ്കില് എന്റെ ഡെലിവറി വരെ ഒന്നും സംഭവിക്കരുത്, ഞാനിവിടെ തന്നെ കാണണം എന്ന് വിചാരിച്ചില്ല നിങ്ങൾ ഈ കളിയെ കളിച്ച്. പക്ഷേങ്കില് ഇത് ഇച്ചിരി കടന്ന കൈയായിപ്പോയി, ഇതൊരിക്കലും എനിക്ക് പൊറുക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് സങ്കടപ്പെട്ട് പ്രിയ അങ്ങോട്ട് മുറിയിൽ അങ്ങോട്ട് പോവാ. ഈ സമയത്ത് രാധികാമ്മ ഒരു ചിരിയൊക്കെ ചിരിക്കുന്നുണ്ട്. ഒരു കളിയാക്കി ഒരു ചിരി ഗീതുവിനെ നോക്കി അങ്ങോട്ട് ചിരിക്കുക. ഗീതുവിന് മനസ്സിലായി രാധികാമ്മയുടെ കളിയാന്നുള്ള കാര്യം. പിന്നീട് രാധികാമ്മ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ കാഞ്ചന അടുത്തേക്ക് ഗീത എന്നിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സിലായി കാഞ്ചനയ്ക്ക് അതിന്റെ പുറയിലല്ലേന്ന് ചോദിക്കാം. അതെ എന്റെ ഗീതു പാപ്പ എന്നെ ഒന്നും പറയാണെന്ന് പറയണ, എനിക്ക് മനസ്സിലായി കാഞ്ചനയ്ക്കുള്ള ഞാൻ തന്നോളാന്ന് പറയാ. ഈ സമയം ഗോവിന്ദ് പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും, ആകെപ്പാടെ ഉണ്ടായിരുന്ന ഒരു സമാധാനമായിരുന്നു, ആ സമാധാനം കൂടെ പോയി കിട്ടി. എന്തൊക്കെയായിരുന്നു ഒരു മുറിയിൽ ഉറങ്ങാ, ഇപ്പൊ തന്നെ പ്രിയ വന്ന് സമ്മതിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ കണ്ടില്ലേ. ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഈ വീട്ടിൽ നിന്നിട്ടുണ്ടെങ്കിൽ ദേ നമ്മുടെ ജീവിത അവസാനം വരെ നമ്മൾ ഇങ്ങനെ തന്നെ തുടരുവുള്ളൂ, ഒരിക്കലും നമുക്ക് ഒന്നാകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നില്ലെന്ന് ഗീതു പറയാം. ഈ സമയം ഗോവിന്ദ് പറഞ്ഞ് അങ്ങനെ പറയില്ല, പിന്നെ എങ്ങനെ പറയാനാ, നിങ്ങളുടെ രണ്ടാനമ്മയുണ്ടല്ലോ, രണ്ടാനമ്മയല്ല ഒരു പിശാച അവര് കാരണോ ഓരോ ദിവസവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇനിയിപ്പം ഞാൻ ഇങ്ങനെ ഓരോ നാടകം കളിക്കാൻ ഞാൻ കൂട്ടു നിൽക്കുന്നില്ല, എനിക്ക് എന്റെ കാര്യമില്ലെന്ന് പറയാം. എന്നെ ഗീതു പ്ലീസ്, ഒരു പ്ലീസും ഇല്ല, ഇതേ ഇവിടുന്ന് എങ്ങോട്ടേലും പോകുന്നുണ്ടെ പോവാം, അല്ലെങ്കിൽ ഒരു നിവൃത്തി ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. ഇവിടെ കിടന്നിട്ടുണ്ടെങ്കിൽ രാധികാമയായിട്ടും വരണനായിട്ടും നമ്മളിങ്ങനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കും, നമുക്ക് ഒരിക്കലും ഒന്നാകാൻ കഴിയില്ലെന്ന് പറയാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗോവിന്ദ അതൊക്കെ ശരി തന്നെയാ, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ചെയ്തല്ലേ മതിയാവുള്ളൂ. അത് മാത്രല്ല ഇപ്പൊ പ്രിയമോള് തന്നെ കണ്ടില്ലേ, ഇനിയിപ്പൊ പ്രിയനെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്ന് എനിക്കറിയില്ലാതെ. ഗീത പറഞ്ഞു, ഇനിയിപ്പം ഒരു കാര്യം ചെയ്യാം, ഗോവിന്ദയുടെ തന്നെ ചെന്ന് എന്തെങ്കിലും പറഞ്ഞ് ആശ്വസിപ്പിക്കും, അതോ ഞാൻ നോക്കിയിട്ടൊരു വഴിയുള്ളെന്ന് പറയാം. എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഇപ്പം പ്രിയ ഇനിയിപ്പം സംഹാര താണ്ഡവം ആടാൻ തുടങ്ങുമെന്ന് പറയണം. പിന്നീട് ഗീത പറഞ്ഞു, ശരി നമുക്കൊന്ന് പോയി നോക്കാന്ന് പറഞ്ഞ് പ്രിയയുടെ അരിയിലേക്ക് ചെല്ലുക. അപ്പൊ പ്രിയ ഇങ്ങനെ സങ്കടപ്പെട്ടവിടെ ഇരിക്കുന്നുണ്ട്. രണ്ടുപേരെ കണ്ട് മൈൻഡ് ഒന്നും ചെയ്തില്ല. പെട്ടെന്ന് ഗോവിന്ദ് പ്രിയയുടെ അരിയിലേക്ക് എന്നിട്ട് പറഞ്ഞു, എന്താ പ്രിയമോളെ നീ എന്നെ വിഷമിച്ചിരിക്കണേ, വേണ്ട എന്നോട് മിണ്ടണ്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നാലും എന്നെ ഇങ്ങനെ പറ്റിക്കാനായിട്ട് ഗോവിന്ദന് എങ്ങനെ തോന്നി, ഇങ്ങനെയൊന്നും ആയിരുന്നില്ലോ, ഞാനെന്ന് വെച്ചാൽ ജീവനായിരുന്നല്ലോ, ആ എന്നോട് ഈ ചതി ചെയ്യേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും. ഇത് കേട്ടപ്പം ഗോവിന്ദ് പറഞ്ഞു, അതെ തെറ്റ് പറ്റിപ്പോയി, ക്ഷമിക്കാൻ പറയണം. പിന്നെ ക്ഷമ ഞാനൊന്നും പറയണില്ല എന്ന് പറയാ, കൂടുതൽ എന്നോടൊന്നും പറയണ്ട, എനിക്കറിയാം നിങ്ങൾ തമ്മിൽ ഇപ്പോഴും ഒരു ഇഷ്ടമൊന്നും അല്ല, പക്ഷെങ്കിൽ എന്നെ കാണിക്കാൻ വേണ്ടിയിട്ട് എന്നെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ നിങ്ങൾ ഇഷ്ടമെന്ന് അഭിനയിക്കുന്നേ ചോദിക്കാം. ഇത് കേട്ടൻ ഗീത പറഞ്ഞു, അല്ല സത്യമായിട്ടും അല്ല, ഇനി എങ്ങനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണമെന്ന് എനിക്ക് അറിയത്തില്ല, ഇതിൽ കൂടുതൽ ഞാൻ എങ്ങനെ നിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുമെന്ന് ചോദിക്കുക. പെട്ടെന്ന് പ്രിയ പറഞ്ഞു, വേണ്ട എന്നോടൊന്നും മിണ്ടണ്ടെന്ന് പറയാ. ഈ സമയം ഗോവിന്ദ് പ്രിയയുടെ അടുത്തേക്ക് ചെല്ലുവാണ്. പിന്നീട് പ്രിയനെ ചേർത്തെടുത്തിട്ട് പറഞ്ഞു, അതെ നീ എന്റെ കുഞ്ഞു പെങ്ങളല്ലേന്ന് ചോദിക്കുക. ഈ സമയമാണ് രാധികാമ്മ അങ്ങോട്ട് വരുന്നത്. രാധികാമ്മ കേട്ടു പ്രിയയും ഗോവിന്ദും ഗീതും നമ്മളുടെ സംസാരമൊക്കെ ആയിട്ട് അവിടെ മറഞ്ഞു നിൽക്കുവാണ് അങ്ങോട്ട് വരാതെ. അതെ നീ പിണങ്ങിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല, നിന്നെ കണ്ട നാൾ മുതൽ കണ്ടോ എന്റെ മനസ്സിൽ എന്ന് നീയുണ്ട്, എൻ്റെ ഒരു കുഞ്ഞനുജത്തി അറിയാവോ, നീ
ഈ കുടുംബത്തിലേക്ക് വന്നതിന് ശേഷമാ ഞങ്ങളുടെ കുടുംബത്തിൽ ഐശ്വര്യം ഉണ്ടായത് അറിയാവോ. ഈ ഏജിങ് ഗ്രൂപ്പ് ഈ വിധമായത് നീ ഉള്ളതുകൊണ്ട് മാത്രം. നീ ജനിച്ചു കഴിഞ്ഞപ്പോൾ നിന്റെ ചെവിയുടെ പുറയിൽ ഒരു മറുകുണ്ടായിരുന്നു. ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗോവന്ദ മറുക് നോക്കണം. കണ്ടോ, ഈ കാണാൻ പാടുള്ള സ്ഥലത്ത് മറുകുണ്ടെങ്കിൽ ആ നല്ല ഐശ്വര്യം കൊണ്ടുവരുമെന്നാ പറഞ്ഞ ആ മറുക് എന്ന് പറഞ്ഞ പോലെ നീ ജനിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ തന്നെയായിരുന്നു. കാണാൻ മറയത്ത് നിനക്കൊരു മറുകുണ്ടായിരുന്നു. ആ മറുകുള്ളതുകൊണ്ടാണ് നിനക്ക് ഈ ഐശ്വര്യം വന്നതെന്ന് അന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പൊ സത്യമായി തീർന്നു. അങ്ങനെ അതുകൊണ്ടാ പറഞ്ഞേ, ഈ കുടുംബത്തിന്റെ ഐശ്വര്യം നീ തന്നെയാ. നീ ഇവിടുന്ന് പിണങ്ങി പോയിട്ടുണ്ടെങ്കിൽ അതെനിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു തവണത്തേക്ക് ക്ഷമിക്കുന്നു പറയണം. ഇത് കേട്ടതും പ്രിയ എന്ന് ആലോചിച്ചു. ഒരു തവണത്തേക്കാ ക്ഷമിച്ചേക്കുന്നു, പക്ഷെ ഇനി ഇങ്ങനെ ആവർത്തിക്കരുതെന്ന് പറയാ. ഇല്ല, ഇനി ഇങ്ങനെ ആവർത്തിക്കില്ല. കാരണം പ്രിയ പിണങ്ങിയിരിക്കുമായിരുന്നു. ഗോവിന്ദനും ഗീത ചേച്ചിയും ചതിച്ചെന്ന് പറഞ്ഞു നീ വീട്ടിൽ നിൽക്കത്തില്ല, ഞാൻ പോവാ, വിനോദിന്റെ അടുത്തേക്ക് പോവാന്നൊക്കെ പറഞ്ഞു നിൽക്കുമായിരുന്നു. അങ്ങനെ ആ സമയത്താണ് ഗോവിന്ദ് വന്ന് ഇങ്ങനെ പ്രിയനെ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞ് മയക്കെടുക്കുന്നത്. ഈ സമയത്ത് പുറത്തുനിന്ന് രാധികാമ്മയ്ക്ക് സന്തോഷമായി. ഇപ്പോഴും ഗോവിന്ദന് പ്രിയോട് ആ സ്നേഹം തന്നെയുണ്ട്, അന്നത്തെ പോലെ തന്നെ ഇന്നുമുണ്ട്. തന്നെ ഒരു സംശയമൊന്നുമില്ല. ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അനാർക്കലിയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഗോവിന്ദ് അറിഞ്ഞിട്ടുണ്ടായിരിക്കുമോ? അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവന്റെ പ്രതികരണം? അന്ന് താൻ ഈ വീടിന്റെ പുറത്താന്നുള്ള കാര്യം രാധികാമ്മയ്ക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ ആ ഒരു ടെൻഷൻ ഉണ്ട്. അനാർക്കലി എന്തേലും പറഞ്ഞോന്നൊക്കെ. ഒരു കാര്യം ഉറപ്പായി, അനാർക്കലി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഇതുവരെയും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തനിക്ക് കുഴപ്പമില്ലാന്ന് കരുതി രാധികാമ്മ അങ്ങോട്ട് പോവാണ്. പിന്നീട് കാണിക്കുന്ന ഗീതു മുറിയിലേക്ക് ചെല്ലുക. ഗീതുവിന് വല്ലാത്ത അസ്വസ്ഥയാ. എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഗോവിന്ദനെ കൂടെ ഒന്ന് പുറത്ത് കടന്നേ മതിയാവുള്ളൂ. രാധികാമ്മയ്ക്കിട്ട് ഒരു 8ന്റെ പണി തന്നെ കൊടുക്കണം. അങ്ങനെയൊക്കെ വിചാരിച്ച് ഗീതു എന്ത് ചെയ്യാണ്, രാവിലെ ഹോസ്പിറ്റലിലേക്ക് പോകാനായിട്ട് റെഡിയാവുകയാണ്. റെഡിയായിട്ട് ഇങ്ങോട്ട് വരുമ്പോഴാണ് രാധികാമ്മ അവിടെ നിൽക്കുന്നുണ്ട്. പെട്ടെന്ന് രാധികാമ്മ വെച്ചു, ഓഹോ രാവിലെ ഒരുങ്ങിക്കെട്ടി എങ്ങോട്ടാ, റിസോർട്ടിലേക്കാണോന്ന് ചോദിക്കുക. ഇത് കേട്ടതും ഗീതുവിന് മനസ്സിലായി തനിക്കിട്ടുള്ള തള്ളാന്നുള്ള കാര്യം, തന്നെ കളിയാക്കുന്നതാണെന്നുള്ള കാര്യം. ഈ സമയത്ത് ഗീത പറഞ്ഞു, എന്ത് ചെയ്യാനാ, വീട്ടിൽ ഇങ്ങനെ ചില ജന്മങ്ങളൊക്കെ ഉണ്ടെങ്കിലേ റിസോർട്ടിലൊക്കെ പോയല്ലേ പറ്റുള്ളൂ എന്ന് ചോദിക്കാം. പെട്ടെന്ന് രാധികാമ്മയുടെ മുഖം മാറി. അതെ എനിക്കറിയാം, നീ ഇപ്പൊ നിന്റെ പ്രണയം ഗോവിന്ദനോട് പറയാൻ ഇങ്ങനെ ഓടി നടക്കുക കാര്യം വെറുതെയാ. നടക്കാൻ പോകുന്ന കാര്യമല്ലേ ഗീതു, അതിന് വെച്ച വെള്ളം നീ അങ്ങോട്ട് വാങ്ങി വെച്ചാരെ. അധികം വൈകാതെ തന്നെ നിങ്ങൾ രണ്ടുപേരും രണ്ടാക്കി മാറ്റി. ഞാൻ ഇപ്പൊ തന്നെ കണ്ടില്ലേ, രണ്ടുപേരും 2 മുറിയില. ഇനി അധികം വൈകാതെ അത് 2 വീട്ടിലേക്കാക്കും ഞാൻ. ഈ രാധികയോട് കളിച്ച കളി എന്താന്ന് രാധിക പഠിപ്പിക്കുമെന്ന് പറയാം. പെട്ടെന്ന് ഗീത പറഞ്ഞു, ഓഹോ അങ്ങനെയാണോ, അന്നെങ്കിൽ ഒരു കാര്യം ചെയ്യാം, 2 ദിവസം 2 ദിവസത്തിനുള്ളിൽ തന്നെ ഞാൻ ഗോവിന്ദനെ സ്വന്തമാക്കുമെന്ന് പറയാം. ഇത് കേട്ടൻ രാധിക പറഞ്ഞു, കണ്ടറിയാം നമുക്ക്. 2 ദിവസം പോയിട്ട് ഇനിയിപ്പൊ 2 വർഷമല്ല 10 വർഷം കഴിഞ്ഞാൽ നിങ്ങൾ രണ്ടും ഒന്നിക്കാൻ പോകുന്നില്ല. ഈ രാധിക പറയുന്നത് അതിനു മുമ്പ് തന്നെ നിങ്ങളുടെ ഡിവോഴ്സ് നടന്നിരിക്കും. കണ്ടു, 2 മാസം കൊണ്ട് നിങ്ങളുടെ ഡിവോഴ്സും കഴിഞ്ഞ് നിന്നെ ഈ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുമെന്ന് പറയാം. പെട്ടെന്ന് ഗീത പറഞ്ഞു, എന്നാൽ നമുക്ക് കണ്ടറിയാം. 2 ദിവസത്തിനുള്ളിൽ എല്ലാ അർത്ഥത്തിലും ഗോവിന്ദേട്ടന് ഞാൻ ഒന്നായിരിക്കും. ഈ ഗീതുവിന്റെ സ്വന്തമായിരിക്കും ഗോവിന്ദേട്ടൻ, കണ്ടോന്ന് പറയാണ്. അല്ലെങ്കിൽ രാധികാമ്മ നോക്കിയിരുന്നോളാം പറയാ. അങ്ങനെ വിളിച്ചിട്ട് അങ്ങോട്ട് ഗീതു അങ്ങോട്ട് ഇറങ്ങി പോവാണ്. ഈ സമയം രാധിക പറഞ്ഞു, നീ ഇനിയിപ്പോ എന്തൊക്കെ തലകുത്തി മറന്നു പറഞ്ഞാലും നീയും അവനും ഒന്നാകാൻ പോകുന്നില്ല. എന്നോടാ നിന്റെ കളി, അതൊന്നും നടക്കാൻ പോകുന്നില്ല ഗീതു. നീ മനസ്സിൽ കാണുമ്പോൾ ഞാൻ മാനത്ത് കാണും അറിയാവോ. നീ എതിലോടെയൊക്കെ പോവാ, അതിലൂടെയെല്ലാം ഞാൻ വല വിരിച്ചു കഴിഞ്ഞു. ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. ഒരു കാരണവശാലും നിങ്ങൾ രണ്ടും ഒന്നിക്കത്തില്ല. എനിക്കറിയാം നിന്നെ തകർക്കേണ്ട വഴി എങ്ങനെയാന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് രാധികാമ്മ പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.